ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചാനൽ തുടങ്ങിയതിന് ശേഷം ഇത്രയും വലിയൊരു വ്ലോഗും കാലം ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുവാന്ന് ഗൈസ്, ഇപ്പോൾ സമയം കണ്ട് ഒരു 3 മണിയായിട്ടുണ്ട്. നിങ്ങൾ ഓർക്കും എന്താണ് ഈ വെളുപ്പാങ്കാലത്ത് ഇവൻ്റെ പരിപാടി എന്ന്? ഒന്നുമല്ല ഗൈസ്, നമ്മുടെ സ്കൂൾ ടൂറും കാലൊക്കെയാണ്, നമ്മുടെ സ്കൂളിലെ ടൂറും കാലൊക്കെയാണ്. അതാണ് വീഡിയോ ഗൈസ്. അപ്പം ഞാൻ നേരെ ഒന്ന് പോയി ഒരുങ്ങിയിട്ടൊക്കെ വരാം ഗൈസ്. ഗൈസ്, അപ്പം ഞാൻ കുളിച്ചും കാലം കഴിഞ്ഞ് ഇനി നേരെ ഇറങ്ങുവാണ് ഗൈസ്. ഇനി മുടിയും കാലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇറങ്ങാം. സമയം ഇപ്പം 3:45 ഗൈസ്. ഇനി നേരെ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഗൈസ്, ലുക്കും കാര്യമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യും. ലുക്കും കാര്യമൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഗൈസ്. അപ്പം നേരെ ഇനി ഞാൻ കരിമാന്തോട്ടിൽ ചെന്നിട്ട് കാണാം ഗൈസ്. ഗൈസ്, കരിമാന്തോട്ടും കാലൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഈ വെളുപ്പാങ്കാലത്ത് ഒറ്റ മനുഷ്യല്ലേ ഗൈസ് റോഡിലൊന്നും. ഞാനും കൂട്ടുകാരും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ചില നേരത്തെ അല്ലെങ്കിൽ വന്നു ഗൈസ്. ഞങ്ങളിത്ര 4 മണിയായപ്പോൾ ഈ കരിമാന്തോട്ടി വന്നു ഗൈസ്. ഗൈസ്, അപ്പോൾ ടൂറിന് പോകാനുള്ള പിള്ളേരും കാര്യമൊക്കെ വന്നിട്ടുണ്ട്. ഇനിയും ടൂറിന് പോകുന്ന പിള്ളേരുടെ പേരും കാര്യമൊക്കെ അവിടെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ബസ് വന്നിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമുക്ക് പോകാനുള്ള ബസ്സും കാലൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഇനിയും കയറിയിട്ട് കാണാം ഗൈസ് ബസ്സിൽ. ഗൈസ്, അപ്പോൾ നമ്മൾ ടൂറും കാലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം പോയ ബസ് തന്നെയാണ് ഈ വർഷം വിളിച്ചത്. കാരണം ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു ബസ്സും കാര്യമൊക്കെയാണ് ബ്ലൂ ഹിൽ സ്പൈഡർ. അത്രയും നല്ല ബസ്സും കാര്യമൊക്കെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വർഷവും ബ്ലൂ ഹിൽ സ്പൈഡർ വിളിച്ചത് ഗൈസ്. അപ്പോൾ നമുക്ക് ടൂർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഗൈസ്, അതാണ് നമ്മുടെ കിടക്കുന്നതാണ് നമ്മുടെ പാക്കേജറും കാര്യമൊക്കെ. അടിപൊളി പാക്കേജും കാര്യമൊക്കെയാണ്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഞാൻ നമ്പറും കാര്യമൊക്കെ വീഡിയോ കൊടുക്കാം ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ രാവിലത്തെ ഫുഡും കാര്യമൊക്കെ കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറിയിരിക്കുകയാണ് ഗൈസ്. അപ്പം ഞാൻ വെറുതെ പറഞ്ഞതല്ല, ജീവനണ്ണൻ്റെ പാക്കേജും കാര്യമൊക്കെ അടിപൊളി പാക്കേജും കാര്യമൊക്കെയാണ്. പ്രീമിയം കാര്യമൊക്കെയാണ് ഗൈസ്. പ്രീമിയം ഫുഡ്, നല്ല ഫുഡൊക്കെയാണ് വേറെ പാക്കേജ് തരുന്നതും കാര്യമൊക്കെ. നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലൊരു പാക്കേജും കാര്യമൊക്കെയാണ് ജീവനണ്ണൻ്റെ. എല്ലാവരും ഒന്ന് കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഞാൻ നമ്പറും കാര്യമൊക്കെ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം ഗൈസ്. ഗൈസ്, ഇഡലി ഉണ്ടായിരുന്നു, പിന്നെ പാലപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇഡലിയാണ് എടുത്തത് ഗൈസ്. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വേണം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ കൈ കഴുകാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്ട് നല്ല ക്യൂവും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഗൈസ് ഒന്ന് കൈ കഴുകിയിട്ട് കാണാം ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ കഴിച്ചും കാലം കഴിഞ്ഞ് നേരെ ബസ്സിലോട്ട് വന്നു. നമ്മുടെ ഇപ്പുറത്തിരിക്കുന്ന പാക്കേജറും കല്ലാണ്, സൈഡിൽ ഇരിക്കുന്നത് നമ്മുടെ രാഹുൽ അണ്ണൻ ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് ഗൈസ്. അപ്പോൾ നിയമസഭയിലൊക്കെയാണ് നമ്മളങ്ങനെ നിയമസഭയിലും കാര്യമൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഇനിയും അകത്തോട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം ഗൈസ്. ഭയങ്കര ചൂടും കാര്യമൊക്കെയാണ്. നമ്മുടെ അവിടത്തേക്കാട്ടി ഭയങ്കര ചൂടാണ് ട്രിവാൻഡ്രത്ത്. അധികം പ്രസാദകരുടെ പറയാൻ ആവശ്യമില്ല. എങ്കിലും ഗൈസ്, അപ്പോൾ നമുക്കവിടെ വീഡിയോയും കാര്യങ്ങളൊന്നും അലോഡ് അല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോയും കാര്യമൊക്കെ എടുത്തിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ നിന്നെല്ലാം കണ്ട് ഇറങ്ങുവാണ് ഗൈസ്. ഇനി നേരെ ബസ്സിൽ ചെന്നിട്ട് കാണാം ഗൈസ്. ഇതാണ് നിയമസഭയും കാര്യങ്ങളൊക്കെ. ബാക്കിയുള്ള കുട്ടികളും കാര്യങ്ങളൊക്കെ അതിൻ്റെ സൈഡിലും കാര്യങ്ങൾ നിൽപ്പുണ്ട് ഗൈസ്. ഇനി നമുക്കൊരു ബസ്സിൽ ഒരു റൈഡും കാര്യമൊക്കെ ഉണ്ട്. ഇങ്ങനെ ട്രിവാൻഡ്രത്ത് ഉള്ള സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നത്. ഇനിയും അതുണ്ട്. ഇനി ആ ബസ് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് ഗൈസ്. നമ്മുടെ ബാക്കിയുള്ള കൂട്ടുകാരും കാര്യമൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ബസ്സും കാര്യമൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ ഗൈസ്, നമ്മുടെ ബസ്സും കാര്യമൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമുക്ക് പോകാനുള്ള ബസ്സും കാര്യങ്ങളുമൊക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ ബസ്സിനും കാര്യമൊക്കെ കയറുകയാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ബസ്സിൻ്റെ മുകളിലും കാര്യമൊക്കെ ഇരിക്കുവാണ്. ഇപ്പം മേളിൽ ഭയങ്കര ചൂടും കാര്യമൊക്കെ ഗൈസ്. താഴെ ഇരുന്നാൽ മതി ആയിരുന്നു, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് താഴെ ഇരിക്കാമെന്ന് പറഞ്ഞു. നമുക്ക് പറയാനുള്ളത് നല്ല അഭിപ്രായം, കുഴപ്പമില്ല എന്ന് വെച്ചാൽ മുടിഞ്ഞ അത്രേ ഉള്ളൂ. മുടിഞ്ഞ വെയില് സ്ഥലങ്ങൾ പരിചയപ്പെടുത്തി തരണോ? പാട്ടെടുക്കോ? നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമയാണ് കടന്നുപോയത്.
ഇടതുവശത്തായിട്ട് KTDC ആദ്യകാല ഹോട്ടലായ മസ്കറ്റ് ഹോട്ടലാണ് കാണുന്നത്. മോന്റെ പേരെന്താ? ആദിത്യനാണ് അത് പറഞ്ഞേക്കുന്നത്. പേരറിയാമോ? ആർക്കെങ്കിലും അറിയാം? ഇവിടുത്തെ ആർക്കെങ്കിലും അറിയാമോ? ഗൈസ് അപ്പം ഞങ്ങൾ മേളയും താഴെയും കയറിലേക്ക് വന്നിട്ടുണ്ട്. ഗൈസ് എനിക്ക് നല്ല ഉറക്കവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ ടൂർ പോകുന്നത് അന്ന് ഉറങ്ങും കാര്യം ചെയ്തില്ല. ഈ ടൂർ പോകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അങ്ങനെ ഉറങ്ങും കാര്യമൊന്നുമില്ല. നല്ല ഉറക്കവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ നഗരക്കാഴ്ചയും കാര്യങ്ങളൊക്കെ കണ്ട് ബസ്സിൽ നിന്നും കാര്യങ്ങളൊക്കെ ഇറങ്ങുവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ബസ്സിൽ നിന്നും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഗൈസ് അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളും കഴിക്കാൻ വേണ്ടി ഹോട്ടലിലും കാര്യങ്ങളൊക്കെ വന്നു ഗൈസ്. നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം എനിക്ക് കഴിച്ചിട്ട് കാണാം ഗൈസ്. അപ്പം നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ടും കല്ല് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. ആ കാണുന്ന ആളെ അറിയാമെങ്കിൽ ആളുടെ പേര് കമൻറ്റ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ആ ആളുടെ കടയിൽ നിന്നാണ് ഇന്ന് ഫുഡും കല്ലൊക്കെ കഴിച്ചത്. ഹോട്ടലിൽ നിന്നാണ് ഇന്ന് ഫുഡും കല്ലൊക്കെ കഴിച്ചത് ഗൈസ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കല്ലൊക്കെ ഇറങ്ങി നേരെ ഇനിയും ബസ്സിലോട്ടും കല്ലും പോവാണ് ഗൈസ്. ഇനി നമ്മൾ അടുത്ത പോകുന്ന പ്ലാനറ്റോറിയത്തിലേക്കാണ്. ഇനി അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ പ്ലാനറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. ഇനിയും അകത്തോട്ടും കല്ല് കയറിയിട്ട് കാണാം ഗൈസ്. ഇതാണ് നമ്മുടെ പാക്കേജറും കല്ലൊക്കെ. പാക്കേജറിൻ്റെ കോൺടാക്ട് നമ്പറും കല്ലൊക്കെ സ്ക്രീനിൽ കൊടുത്തേക്കാം. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ഗൈസ്. ഇതാണ് നമ്മുടെ ടീച്ചറും കല്ലൊക്കെ കണ്ടിരിക്കുന്നു. അതാണ് നമ്മുടെ സാറ് നിൽക്കുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പ്ലാനറ്റോറിയത്തിൽ. ഗൈസ് നമ്മുടെ സാറും കല്ലൊക്കെ കുട്ടികൾക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ്. നമ്മളെ കൂടുതലെ പിള്ളേരെ കൊണ്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. നമ്മൾ പ്ലാനറ്റോറിയത്തിലേക്ക് നമ്മൾ ജാലിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുരാതനമായ ഓരോ കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കുട്ടികളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് അവർക്ക് സ്കൈ തിയേറ്റർ ആണ് ഇനി കാണിക്കാൻ പോകുന്നത്. വളരെ മനോഹരമായ പ്ലാനറ്റോറിയത്തിലാണ് നമ്മൾ. ഇവൻ പറഞ്ഞ പോലെ ഇവനാണല്ലോ കോടതി. ചന്ദ്രന്റെ ഭൂമി ഒരിക്കലും നോക്കണി നിഴലെ നോക്കണം. അങ്ങോട്ടോ കണ്ടവന്റെ ഭൂമി മറച്ച് സൂര്യനല്ലേ? സൂര്യൻ വീഡിയോ ആദ്യത്തെ വലയം, രണ്ടാമത്തെ വലയം, മൂന്നാമത്തെ വലയം, നാലാമത്തെ വലയം, അഞ്ചാമത്തെ വലയം, 6, 7, 9.
ഞാൻ നിൽക്കുന്നെങ്കിൽ വീഡിയോ എൻ്റെ കിണറില്ലേ ആ ഭൂമി ഒന്ന് കറങ്ങി സാറേ ഭൂമി സാറേ ഇങ്ങോട്ടല്ലോ ഇനിയും പ്ലാനറ്റോറിയത്തിലെ അടുത്ത 3D ഷോയ്ക്ക് ആലോചിക്കുകയാണ്. ഇനിയും 3D ഷോയ്ക്ക് കണ്ടിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മുടെ പ്ലാനറ്റോറിയത്തിലെ 3D ഷോയും കാര്യമൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. അടിപൊളി വെച്ചാൽ അടിപൊളി 3D ഷോയും കളിക്കായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടൂർ വന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു ഇതായിരുന്നു. അടിപൊളി 3D ഷോയും കളിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബസ്സിൻ്റെ അടുത്ത് കാലൊക്കെ വന്നു. ഇനി അടുത്ത സ്ഥലത്തോട്ട് ചെന്നിട്ട് കാണാം ഗൈസ്. നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട്. ഇതിനെന്തോ സൂ എന്നെങ്ങാണ്ടൊരു പേര് പറഞ്ഞിരിക്കുന്നു. എന്തോ സൂവിൻ്റെ എന്തോ സംഭവമാണ്, എനിക്കറിയില്ല, എൻ്റെ പേര് ഞാൻ മറന്നുപോയി ഗൈസ്. നമ്മൾ ഈ വീഡിയോ ടൂർ പോയിട്ട് കുറേ ദിവസം കഴിഞ്ഞാണ് ഈ വീഡിയോ നല്ലൊക്കെ എഡിറ്റ് ചെയ്തിരുന്നത്. നമ്മുടെ കൂട്ടുകാരും നല്ലൊക്കെ അടുത്തിപ്പുണ്ട് ഗൈസ്. അപ്പോൾ സൂവിൻ്റെ അകത്തും കാലം കയറിയിട്ടുണ്ട്. ഇനി അവിടുത്തെ കാഴ്ചകളും കാര്യമൊക്കെ നമുക്ക് കാണാം ഗൈസ്. പരുന്തുകളല്ല ഓരോ ടൈപ്പ് പരുന്തുകൾ. സോറി അറിയാതെ എങ്ങനെ പെണ്ണി വലിക്കുന്നേ. എനിക്ക് ഏറ്റവും പേടിയാണ് കറുത്ത പന്നി. അപ്പോൾ നമ്മൾ സൂവിലേക്ക് കയറി കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ എന്താ വേറെ സംഭവം ഇപ്പുറത്തുണ്ട്. ഇനി നമ്മൾ അത് കാണാൻ വേണ്ടി അങ്ങോട്ട് പോവാണ്. എന്താണ് ഇത്? അക്വേറിയം. അക്വേറിയാണ്. ഞങ്ങളുടെ പുറകെ തന്നെ വരണം.
ഇയാളെന്തോ കാണിക്കുക. ഗേസ് സൂവിൻ്റെ ഇപ്പുറത്ത് തന്നെ അക്യൂറത്തിൻ്റെ സെക്ഷനും കയ്യിലേക്കാണ് അതൊക്കെ കണ്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. മ്യൂസിയത്തിൽ പോയി, അതുപോലെ തന്നെ നമ്മളിപ്പം അക്വേറിയം കണ്ടു. ഇനി നമ്മൾ അടുത്ത പോകുന്നത് വാക്സ് മ്യൂസിയത്തിലേക്കാണ്. വാക്സ് മ്യൂസിയം കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണാൻ കുതിരമാളികയിലേക്കാണ്. അപ്പോൾ നമ്മുടെ വണ്ടി അപ്പുറത്തുണ്ട്, ഇപ്പോൾ വരും. അപ്പോൾ ഗേസ് നമ്മൾ ബസ്സും കാലൊക്കെ ഒന്ന് നേരെ ബസ്സിലും കാലൊക്കെ കയറി ഇനി അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ പോവാണ്. ഗേസ് അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തോട്ടും കാര്യം വന്നിട്ടുണ്ട്. ഇനി അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാം ഗേസ്. ഇതുപോലെ പോയത് അവിടെ മറ്റേത് ഇതുപോലെ മേലോട്ട് പോകുന്നത് ക്ലാരിറ്റി ഉള്ളേ. കേസിൻ്റെ അകത്തോട്ട് വീഡിയോ കാലം എടുക്കണമെങ്കിൽ 50 രൂപയും കാലം കൊടുക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അകത്തെ വീഡിയോ കാലം എടുത്തില്ല. എല്ലാ യൂട്യൂബരും കണ്ടോ ടീച്ചറെ? ടീച്ചർ വ്ളോഗിലുണ്ട് മെയിനായിട്ട്. ടീച്ചർ ബ്ലോഗ്. ഹലോ അവരെന്ത് അല്ലടാ, ഫ്രണ്ട് കുറെ ടീച്ചർമാർ പോയല്ലോ, അവരെന്ത് തലവരയ്ക്ക് ഒരു തിളക്കം കിട്ടിയപ്പോ കിടച്ച സൗഭാഗ്യം, ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം കണ്ടോ? എവിടുന്ന് ഇത്ര പിള്ളേരാണോ പോയത്? പ്ലീസ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ നേരെ ബീച്ചിലോട്ടാണ് വന്നത്. ഞാൻ ഒരു കാര്യം മാത്രം എടുക്കാൻ മറന്നു. നമ്മൾ വാക്സ് മ്യൂസിയത്തിൽ പോയായിരുന്നു. അവിടുത്തെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി ഗേസ്. അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക ഗേസ്. അങ്ങനെ നമ്മൾ നേരെ അതിന് ബീച്ചിലും കായലൊക്കെ വന്നു. ഇനി നമുക്ക് അവിടുത്തെ കാര്യങ്ങളും കായലൊക്കെ കാണാം ഗേസ്. ഗേസ് അപ്പം എല്ലാവരും എന്നോട് ക്ഷമിക്കുക. കാര്യം വെച്ച് കഴിഞ്ഞാൽ ബീച്ചിൻ്റെ അവിടെ നമുക്ക് ഒത്തിരി വീഡിയോ കാര്യങ്ങൾ എടുക്കാൻ പറ്റിയില്ല. കാര്യം വെച്ചാൽ ബീച്ചിൻ്റെ അവിടെ കൺവെൻഷനും കാര്യം നടക്കുമായിരുന്നു. അപ്പം അവരുടെ പാട്ടും കാര്യങ്ങളോടെ നമ്മുടെ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റും കാര്യം കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളവിടെ ഒത്തിരി വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ നമ്മൾ നേരെ ഇനി ബസ്സിലും കാര്യങ്ങളൊക്കെ വന്നു. ഇനി നേരെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് നേരെ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഹോട്ടലിലും കാര്യങ്ങളൊക്കെ വന്നു. നമുക്ക് രാത്രി കഴിക്കാനുള്ളത് പൊറോട്ടയും ചിക്കൻ കറിയുമാണ് ഗൈസ്. വന്നില്ല. ഗൈസ് നമ്മൾ ഈ ഹോട്ടലിലും കായലിലാണ് ഫുഡും കായലും കഴിക്കാൻ കയറിയത്. നല്ലൊരു ഹോട്ടലിലും കായലൊക്കെ ആയിരുന്നു ഗൈസ്. അതുപോലെ നമ്മുടെ ജിബിനണ്ണൻ്റെ പാക്കേജും കായലൊക്കെ ഒരു രക്ഷയില്ലാത്ത പാക്കേജും കായലൊക്കെ, അടിപൊളി പാക്കേജും കായലൊക്കെ, നല്ല ഫുഡും കായലൊക്കെ ആയിരുന്നു. അതുപോലെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് 4 വർഷമായിട്ട് ജിബിനണ്ണൻ്റെ പാക്കേജും കായലൊക്കെയാണ് വിളിക്കുന്നത്. നല്ല പാക്കേജും കായലൊക്കെയാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകാൻ ടൂറും കാണാൻ പോകാനുണ്ടെങ്കിൽ പാക്കേജിന് ജിബിനണ്ണൻ്റെ കോൺടാക്ട് നമ്പറും കായലൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാരണം നമ്മുടെ വണ്ടിയും കായലും കൂടെ കിടപ്പുണ്ട്. ഇനി നേരെ നമ്മളിനി കരുമാന്നൂരിലേക്ക് വിടുവാണ്. പക്ഷേ അങ്ങനെ നമ്മൾ ബസ്സിലും കായലും കയറിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരമൊക്കെ ചില്ല് ചെയ്യണം ഗൈസ്. അപ്പം ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ കരുമാന്നൂരിലും കായലൊക്കെ വന്നു. ഇനി ബസ് തിരിച്ചു പോകുന്ന കുറച്ച് വീഡിയോ കായലൊക്കെ എടുത്ത് നമ്മൾ നേരെ ഇനി വീട്ടിൽ പോവാണ്. അപ്പോൾ നമ്മൾ ടൂറും കാര്യമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ട്. ഇനി നേരെ കുളിച്ചിട്ട് കിടന്ന് ഉറങ്ങും കാര്യമൊക്കെ, ഭയങ്കര ക്ഷീണവും കാര്യമൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ ജിബിനണ്ണൻ്റെ പാക്കേജും കാര്യമൊക്കെ അടിപൊളി പാക്കേജും കാര്യമൊക്കെയാണ്. നിങ്ങൾക്ക് ടൂർ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജിബിനണ്ണൻ്റെ പാക്കേജും കാര്യം വിളിക്കുക. കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് മറക്കണ്ട. അത്രേ ഉള്ളൂ. ബൈ ഗൈസ്.